ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന പാഠത്തിൽ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. റിലീജിയൻ, കമ്മ്യൂണലിസം ആൻഡ് പൊളിറ്റിക്സ്. Let us now turn to a very different kind of social division, the division based on religious differences. This division is not as universal as gender, but religious diversity is fairly widespread in the world today. Many countries, including India, have the entire population followers of different religion. As we noticed in the case of Northern Ireland, even when most of the people belong to the same religion, there can be serious differences about the way people practice that religion. Unlike gender differences, the religious differences are often expressed in the field of politics. അപ്പം നമ്മൾ സെക്കൻഡ് ഡിവിഷൻ അടുത്ത് നോക്കുന്നത് എന്താണ്, മറ്റൊരു ടൈപ്പ് സോഷ്യൽ ഡിവിഷനാണ്, അതായത് റിലീജിയനാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജെൻഡർ ഡിവിഷൻ കണക്ക് അത്രയ്ക്കും യൂണിവേഴ്സൽ അല്ല ഈ റിലീജിയസ് ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ പലതരത്തിലുള്ള റിലീജിയൻ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒരു രാജ്യത്ത് തന്നെ. അപ്പോൾ ആ ഒരു റിലീജിയസ് ഡിവിഷനെ അഡ്രസ്സ് ചെയ്യേണ്ടത് പൊളിറ്റിക്സിന് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നോർത്തേൺ അയർലാൻഡ് പോലുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അവിടെ ഒരു റിലീജിയൻ ആണെങ്കിൽ കൂടിയും ആ റിലീജിയൻ്റെ പല വിഭാഗങ്ങൾ വരികയും അവരെന്താണ് ആ ഒരു റിലീജിയസ് പ്രാക്ടീസ് തന്നെ പല രീതിയിലാണ് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൺസിഡർ ദി ഫോളോയിങ്. ഗാന്ധിജി യൂസ്ഡ് ടു സേ ദാറ്റ് റിലീജിയൻ ക്യാൻ നെവർ ബി സെപ്പറേറ്റഡ് ഫ്രം പൊളിറ്റിക്സ്. What he meant by religion was not any particular religion like Hinduism or Islam, but moral values that inform all religions. He believed that politics must be guided by ethics drawn from religion. അപ്പോൾ എന്താണ് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, റിലീജിയനെയും പൊളിറ്റിക്സിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു റിലീജിയൻ ലൈക്ക് ഹിന്ദുയിസമോ ഇസ്ലാമോ കണക്ക് ഒരു പർട്ടിക്കുലർ റിലീജിയൻ അല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ പകരം എന്താണ് ആ ഒരു പല റിലീജിയൻ നൽകുന്ന ആ ഒരു മോറൽ വാല്യൂസിനെയാണ്. അതായത് പൊളിറ്റിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എത്തിക്സ് നമ്മൾ എടുക്കേണ്ടത് പല തരത്തിലുള്ള റിലീജിയനിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള മോറൽ വാല്യൂസിൽ നിന്നാണ്. Human rights groups in our country have argued that most of the victims of communal riots in our country are people from religious minorities. They have demanded that the government take special steps to protect religious minorities. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ്സ് പറയുന്നത് എന്താണ്, ആ ഒരു കമ്മ്യൂണൽ റയോട്ട്സിലൊക്കെ അല്ലെങ്കിൽ കലാപങ്ങളിലൊക്കെ ഇരയായി വരുന്നത് മൈനോറിറ്റീസാണ്, റിലീജിയസ് മൈനോറിറ്റീസ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് അവരെ സംരക്ഷിക്കാനായിട്ട്, അതായത് റിലീജിയസ് മൈനോറിറ്റീസിനെ സംരക്ഷിക്കാനായിട്ട് അഡക്വറ്റായ സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളത് ഉന്നയിച്ച് വരാറുണ്ട്. Women's movement has argued that family laws of all religions discriminate against women, so they have demanded the government should change these laws to make them more equitable. അപ്പോൾ അടുത്ത വിമൻ മൂവ്മെൻറ്റ്സ് എല്ലാം പറയുന്നത് എല്ലാ തരത്തിലുള്ള റിലീജിയനും വിമനെ സപ്രസ് ചെയ്യുന്നതാണ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഇത്തരത്തിലുള്ള ലോസ് ഗവൺമെൻറ് മേക്ക് ചെയ്യുമ്പോൾ റിലീജിയനല്ല ആ ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ വിമനെയും മെന്നെയും ഒരുപോലെ കാണുന്ന ഒരു ഇക്വിറ്റി വേണമെന്നുള്ള ഒരാശയവും മുന്നോട്ട് വയ്ക്കാറുണ്ട്. All these instances involve a relationship between religion and politics, but they do not seem very wrong or dangerous. Ideals and values drawn from different religions can and perhaps play a role in politics. People should be able to express in politics their needs, interests, and demands as a member of a religious community. Those who hold political power should sometimes be able to regulate the practice of religion so as to prevent discrimination and oppression. These political acts are not wrong as long as they treat every religion equally. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും റിലീജിയനും പൊളിറ്റിക്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് റോങ് ആണെന്നോ ഡേഞ്ചറസ് ആണോ എന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് റിലീജിയൻസിൻ്റെ ഐഡിയാസിനെയും ഐഡിയൽസിനെയൊക്കെ വാല്യൂ ചെയ്യണം. അതുപോലെ തന്നെ അതിനൊക്കെ ഒരു പൊളിറ്റിക്സിലൊരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യാനുമുണ്ട്. അപ്പോൾ അടുത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ റിലീജിയനെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള റിലീജിയനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒപ്രസ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊളിറ്റിക്സിന് ഭൂഷണമല്ലെങ്കിലും എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകേണ്ട ആവശ്യകത റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലീജിയനെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യകത പൊളിറ്റിക്സിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്.
Communalism. The problem begins when religion is seen as the basis of the nation. The example of Northern Ireland in Chapter 3 shows the dangers of such an approach to nationalism. The problem becomes more acute when religion is expressed in politics in exclusive and partisan terms. When one religion and its followers are pitted against another, this happens when beliefs of one religion are presented as superior to those of other religions. When the demands of one religious groups are formed in opposition to another, and when state power is used to establish domination of one religious groups over the rest. This manner of using religion in politics is communal politics. ഇപ്പോൾ എന്താണ് നമ്മൾ പ്രോബ്ലമായിട്ട് വരുന്നത്, കമ്മ്യൂണലിസത്തിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു നേഷൻ്റെ ബേസിക് ആയിട്ട് മാറുന്നത് ബേസിസ് ആയിട്ട് മാറുന്ന ഒരു റിലീജിയൻ ആയിരിക്കും. നമ്മൾ പല റിലീജിയസ് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു നേഷൻ്റെ ബേസിസ് ആയിട്ട് മാറുന്ന ഒരു റിലീജിയനായിട്ട് മാറും. ഒരു റിലീജിയനാവും ആ നേഷൻ്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നോർത്തേൺ അയർലാൻഡിൽ സംഭവിച്ചത് നമുക്ക് ചാപ്റ്റർ 3 നോക്കും. അവിടെ ഒരു സംഭവിച്ച പ്രശ്നങ്ങൾ, ആ ഒരു റിലീജിയൻ കാരണം അല്ലെങ്കിൽ ആ റിലീജിയൻ സുപ്പീരിയറായിട്ട് കൺസിഡർ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആ ഡേഞ്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ റിലീജിയൻ നമ്മൾ ഒരു പൊളിറ്റിക്സ് കൂടെ പറയുമ്പോൾ അതൊരു എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ പാർട്ടീസൺ ടേംസിലാവരുത്. അതായത് ഇപ്പോൾ ഒരു റിലീജിയൻ സുപ്പീരിയർ ആണ്, മറ്റൊരു റിലീജിയൻ ഇൻഫീരിയർ ആണ് എന്നുള്ള കോൺസെപ്റ്റ് പറയുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിന് സ്വാധീനിക്കും. അതായത് മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. നമ്മുടെ റിലീജിയൻ സുപ്പീരിയർ ആണെന്ന് നമ്മൾ വിചാരിക്കും, മറ്റുള്ള റിലീജിയൻ ഇൻഫീരിയർ ആണെന്ന് വിചാരിക്കും. പക്ഷേ അടുത്ത ഒരു റിലീജിയനിലുള്ള ആൾ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് റിലീജിയൻ തമ്മിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ റിലീജിയനെ പൊളിറ്റിക്സിൽ ഇടകലർത്തി യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സ്. Communal politics is based on the idea that religion is the principal basis of social community. Communalism involves thinking along the following lines. The followers of a particular religion must belong to one community. Their fundamental interests are the same. Any difference that they may have is irrelevant or trivial for community life. It follows that people who follow different religions cannot belong to the same social community. If the followers of different religions have some commonalities, these are superficial and immaterial. Their interests are bound to be different and involve a conflict. In its extreme form, communalism leads to the belief that people belong to different religions cannot live as equal citizens within one nation. Either one of them has to dominate the rest or they have to form different nations. ഇപ്പോൾ കമ്മ്യൂണലിസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താകും, ഒരു റിലീജിയൻ ആകും. അപ്പോൾ അവരുടെ ആശയം അനുസരിച്ച് ഒരു പർട്ടിക്കുലർ റിലീജിയനിൽപ്പെട്ട ആൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലീജിയനിൽപ്പെട്ട ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റി. ഇപ്പോൾ അവരുടെ ആശയങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ റിലീജിയൻ ആണെങ്കിൽ അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വരണം. അതുപോലെ തന്നെ മറ്റൊരു റിലീജിയൻ അങ്ങനെ അവർ വേറെ കമ്മ്യൂണിറ്റി ആയിട്ട് പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ പല കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ പല റിലീജിയനിൽപ്പെട്ട ആൾക്കാർക്ക് ഒരുമിച്ച് ഒരു പൊളിറ്റിക്സിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല. ഇതുപോലെ തന്നെ മറ്റൊരു കോൺഫ്ലിക്റ്റാണ് അതിൻ്റെ എക്സ്ട്രീം ഫോമിൽ, കമ്മ്യൂണലിസത്തിൻ്റെ എക്സ്ട്രീം ഫോമിൽ നമ്മൾ കാണുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് ഡിഫറെൻറ്റ് റിലീജിയൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഈക്വൽ സിറ്റിസൺസ് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പല ഒരു റിലീജിയൻ ഗ്രൂപ്പ് മറ്റ് റിലീജിയൻ ഗ്രൂപ്പിൽപ്പെട്ടവരെ ഒരു അടിച്ചമർത്തി അല്ലെങ്കിൽ അവരുടെ മേലിൽ അധീശത്വം സ്ഥാപിച്ച് അവിടെ ഒരു ഇക്വാലിറ്റിയൊക്കെ നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഒന്നെങ്കിൽ അവിടെ സംഭവിക്കേണ്ട രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. ഒന്നെങ്കിൽ എന്താണ്, ഒരു മേജറായിട്ട് നിൽക്കുന്ന റിലീജിയൻ ബാക്കിയുള്ള റിലീജിയനെ അടിച്ചമർത്തി അവിടെ അവരുടെ അധീശത്വം സ്ഥാപിക്കാം. രണ്ടാമത്തെ കാര്യം, അവർ പല ഡിഫറെൻറ്റ് നേഷൻസ് ആകാം, ഡിഫറെൻറ്റ് റിലീജിയൻസ് ഡിഫറെൻറ്റ് നേഷൻസ് ആയിട്ട് മാറാം. ഇതാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. വളരെ വലിയൊരു പ്രശ്നമാണ്. ദിസ് ബിലീഫ് ഈസ് ഫണ്ടമെൻ്റലി ഫ്ലോഡ്. People of one religion do not have the same interest and aspiration in every context. Everyone has several other roles, positions, and identities. There are many voices inside every community. All these voices have
a right to be heard. Therefore, any attempt to bring all followers of one religion together in context other than religion is bound to suppress many voices within that community. അപ്പോൾ ഈ ബിലീഫ് തന്നെ വളരെ ഒരു മോശമായ അല്ലെങ്കിൽ തെറ്റായ ഒരു ബിലീഫാണ്. ഇപ്പോൾ ഈ ഒരു റിലീജിയനിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ പല ബിലീഫാണ്, പല കോൺടെക്സ്റ്റിൽ അവരുടെ ബിലീഫ് പലതായിരിക്കും, അല്ലെങ്കിൽ പല ഇൻട്രസ്റ്റ് അവർക്ക് പലതായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ഡിഫറെൻറ്റ് റോൾസ് ഉണ്ട്, ഡിഫറെൻറ്റ് പൊസിഷൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഡിഫറെൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു റിലീജിയനിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ പല ഒരു അഭിപ്രായങ്ങൾ കാണാം, പല ഇൻട്രസ്റ്റുകൾ കാണാം. അപ്പോൾ ഈ എല്ലാ വോയിസും ഒരുപോലെ തന്നെ കേട്ടിരിക്കേണ്ട ആവശ്യകതയും ഉണ്ട്. അപ്പോൾ ഈ ഒരു വോയിസ് ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ സപ്രസ് ചെയ്യാൻ ചില സമയത്ത് എല്ലാവരുടെയും വോയിസ് കേൾക്കപ്പെടാതെ ഒരു വോയിസ് സപ്രസ് ചെയ്ത് അങ്ങനെയും പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. Communalism can take various forms in politics. The most common expression of communalism is in everyday belief. These routinely involve religious prejudice, stereotypes of religious communities, and belief in superiority of one religion over other religion. This is so common that we often fail to notice it even when we believe in it. എന്താണ് ഏറ്റവും കോമൺ ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എവരിഡേ ബിലീഫിൽ തന്നെ ഇത് കടന്നു കയറും. അതായത് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള പ്രജുഡിസ് ആറ്റിറ്റ്യൂഡ് കാണും, സ്റ്റീരിയോടൈപ്പിക്കൽ ആറ്റിറ്റ്യൂഡ് കാണും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതായത് നമ്മൾ ചിന്തിക്കും ഒരു റിലീജിയൻ എന്താണ് സുപ്പീരിയർ ആണ്, മറ്റൊരു റിലീജിയൻ്റെ മേലെ സുപ്പീരിയർ ആണ് എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. Political mobilization on religious lands is another frequent form of communalism. This involves the use of sacred symbols, religious leaders, emotional appeal, and plain fear in order to bring the followers of one religion together in the political arena. In electoral politics, this often involves specially appeal to the interests or emotions of the voter of one religion in preference to others. അപ്പോൾ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണലൈസേഷൻ വേറൊരു രൂപത്തിലേക്ക് എത്തും. അതായത് അവരെന്ത് ചെയ്യും, ആ ഒരു സീക്രട്ട് സിമ്പിൾസ് യൂസ് ചെയ്യും, റിലീജിയസ് ലീഡേഴ്സിനെ യൂസ് ചെയ്യും, ഇമോഷണലായിട്ട് അപ്പീൽ ചെയ്യും. ഞങ്ങൾ ഒരു റിലീജിയൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇമോഷണലി നമ്മുടെ അപ്പീൽ ചെയ്യും. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ എന്താണ്, ആ ഒരു റിലീജിയനെ ആൾക്കാരെ ഒത്തുകൂട്ടിച്ച് ഒരു പൊളിറ്റിക്കൽ അരീനയിലേക്ക് എത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 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 നിശ്ചിത സ്ഥലത്തേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ റിലീജിയസ് ആയിട്ട് വന്നിട്ട് ആൾക്കാരുടെ ഇമോഷനെയും ഇൻട്രസ്റ്റിനെയൊക്കെ ചൂഷണം ചെയ്യാനും വോട്ടേഴ്സിനെയൊക്കെ ഇങ്ങനെ ചെയ്യാനുമൊക്കെ അവർ ശ്രമിക്കാറുണ്ട്. Sometimes communalism takes its most ugly form of communal violence, riots and massacre. India and Pakistan suffered some of the worst communal riots at the time of partition. The post-independence period has also seen large-scale communal violence. അപ്പോൾ എന്താണ്, ചില സമയത്ത് കമ്മ്യൂണലിസം അതിൻ്റെ ഒരു ഏറ്റവും അഗ്ലി ഫോമിലേക്ക് എത്തും. വയലൻസ് വഴിയും റയോട്ട്സ് വഴിയും കലാപങ്ങൾ വഴിയും അക്രമങ്ങൾ വഴിയും കൂട്ടക്കൊലകൾ വഴിയൊക്കെ ഏറ്റവും അഗ്ലി ഫോമിലേക്ക് എത്തും. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പാർട്ടീഷൻ്റെ സമയത്ത് ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് ഇതുപോലെ വേഴ്സ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലൊക്കെ ഈ ഒരു ലാർജ് സ്കെയിൽ കമ്മ്യൂണൽ വയലൻസ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്യുലർ സ്റ്റേറ്റ്. Communalism was and continues to be one of the major challenges of democracy in our country. The makers of our constitution were aware of this challenge. That is why they chose the model of a secular state. This choice was reflected in several constitutional provisions that we studied last year. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഡെമോക്രസിയിലാണ് ഏറ്റവും ചലഞ്ചായിട്ട് മാറിയിരുന്നത് ഈ കമ്മ്യൂണലിസം ആയിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചവർ ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആയിരുന്നു. അതുകൊണ്ടാണ് അവർ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് സെക്യുലാർ സ്റ്റേറ്റ് എന്നൊരു ആശയത്തിന് രൂപം കൊടുത്തത്. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല പ്രൊവിഷൻസിലും ഇങ്ങനെ ഈ ഒരു ഐഡിയ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. ദർ ഇസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ഫോർ ദ ഇന്ത്യൻ സ്റ്റേറ്റ്. Unlike the status of Buddhism in Sri Lanka, that of Islam in Pakistan, and that of Christianity in England, our constitution does not give a special status to any religion. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഇന്ത്യ ഒരു പർട്ടിക്കുലർ ഒരു ഒഫീഷ്യൽ റിലീജിയനായിട്ട് ഒരു പർട്ടിക്കുലർ റിലീജിയനെയും കണ്ടിട്ടില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയിൽ ബുദ്ധിസം, പാകിസ്ഥാനിൽ എന്താണ് ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി വരുന്നത് ഇംഗ്ലണ്ടിൽ, അങ്ങനെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒരു പർട്ടിക്കുലർ റിലീജിയന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അങ്ങനെ ചെയ്തിട്ടില്ല. The constitution provides to all individuals and communities freedom to profess, practice and propagate any religion or not to follow any. അപ്പോൾ എന്താണ്, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അധികാരം കൊടുത്തിട്ടുണ്ട്, ഫ്രീഡം കൊടുത്തിട്ടുണ്ട്.
പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒരു അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനോ ഒക്കെ ഉള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എല്ലാ റിലീജിയനും. പക്ഷേ ഇതിലൊന്നും വിശ്വസിക്കാതിരിക്കാനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ റിലീജിയൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ദ കോൺസ്റ്റിറ്റ്യൂഷൻ allows the state to intervene in the matters of religion in order to ensure equality within religious communities. For example, it bans untouchability. ആ സമയത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ആ ഒരു റിലീജിയനകത്തെ മാറ്റേഴ്സിലും ഇൻ്റർവീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആശയത്തിനേക്ക് ബാൻ ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റുഡ് ഇൻ ദിസ് സെൻസ്, secularism is not just an ideology of some parties or persons. This idea constitutes one of the foundation of our country. Communalism should not be seen as a threat to some people in India. It threatens the very idea of India. That is why communalism need to be combated. A secular constitution like ours is necessary but not sufficient to combat communalism. Communal prejudices and propaganda need to be countered in everyday life, and religion-based mobilization needs to be encountered in the arena of politics. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? സെക്യുലറിസം എന്ന് പറയുന്ന ഒരു ചില പാർട്ടികളുടെ ഐഡിയോളജിയോ ചില പേഴ്സൺസിൻ്റെ ഐഡിയോളജിയോ ഒന്നല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഫൗണ്ടേഷനായ ഒരു ഐഡിയോളജിയാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചില ആൾക്കാർക്ക് വരുന്ന ഒരു ത്രെട്ടൊന്നുമല്ല, ഇന്ത്യക്ക് മുഴുവനായിട്ടുള്ളൊരു ത്രെട്ടാണ് ഈ കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന ഐഡിയയ്ക്ക് തന്നെ എതിരാണ് ഈ കമ്മ്യൂണലിസം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഐഡിയയെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ പോലെ ഒരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് കമ്മ്യൂണലിസത്തിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഐഡിയയെ നമ്മൾ എവരിഡേ ലൈഫിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. അതിനെ പൊളിറ്റിക്കൽ അരീനയിലും നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. Caste and politics. We have seen two instances of the expression of social divisions in the arena of politics, one largely positive and the other largely negative. Let us turn to our final case, that of caste and politics, that has both positive and the negative aspects. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഒരു സോഷ്യൽ ഡിവിഷൻ നോക്കി കഴിഞ്ഞു. അതായത് എന്താണ് ജെൻഡർ നോക്കി കഴിഞ്ഞു, റിലീജിയൻ നോക്കി കഴിഞ്ഞു. അടുത്ത് വരുന്നത് കാസ്റ്റാണ്. അപ്പോൾ കാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എന്താണ് അടുത്ത ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് കാസ്റ്റ് വേസ് പൊളിറ്റിക്കൽ ഡിസ്ക്രിമിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ്. Unlike gender and religion, caste division is special to India. All societies have some kind of social inequality and some form of division of labor. In most societies, occupations are passed on from one generation to another. Caste system is an extreme form of this. What makes it different from the other societies is that in this system, hereditary occupational division was sanctioned by rituals. Members of the same caste group were supposed to form a social community that practiced the same or similar occupation, married within this caste group, and did not eat with members from the other caste group. അപ്പോൾ ജെൻഡറും റിലീജിയനും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒരു പടി കൂടി കടന്നാണ്. അല്ലെങ്കിൽ കാസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് സ്പെഷ്യലാണ് ഇന്ത്യക്ക്. എല്ലാ സൊസൈറ്റീസിലും ഉണ്ടായിരുന്നതുപോലെ ലേബർ ഡിവിഷൻ, അതായത് ഒരു ഹെറിഡിറ്ററി ആയിട്ട് ആ ഒരു ജനറേഷൻസ് വൈസ് ആ ഒരു ലേബർ സ്പ്രെഡ് ചെയ്ത് പോകുന്ന എല്ലാ സൊസൈറ്റിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ അതൊരു എക്സ്ട്രീം ഫോമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെ കാസ്റ്റ് സിസ്റ്റത്തിനെ ആ ഒരു ഡിവിഷൻ ഓഫ് ലേബറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ റിച്വൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ സോഷ്യൽ ഗ്രൂപ്പിൽപ്പെട്ടവരെ ഒരേ ജോലി മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ സിമിലർ ജോലി മാത്രമേ ചെയ്യാവൂ. അവർ ബാക്കിയുള്ളവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കൂടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു കാസ്റ്റ് ഗ്രൂപ്പ്സിനെ സെപ്പറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കാസ്റ്റ് സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ എക്സ്ക്ലൂഷൻ ഓഫ് ആൻഡ് discrimination against the outcast groups. They were subjected to the inhuman practice of untouchability, about which you have studied in class 9. That is why political leaders and social reformers like Jyotiba Phule, Gandhiji, B.R. Ambedkar and Periyar Ramaswamy Naicker advocated and worked to establish a society in which caste inequalities are absent. അപ്പോൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം തന്നെ നിലനിൽക്കുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷനിലൂടെയാണ്, അതായത് ഒരു
സോ കോൾ ഹൈ ക്ലാസ് അതുപോലെ തന്നെ സോ കോൾ ലോ ക്ലാസ് അവരെ അടിച്ചമർത്തുന്നതാണ് കാസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവരെ അൺടച്ചബിലിറ്റി പോലുള്ള ഇൻഹ്യൂമൻ പ്രാക്ടീസിലൂടെയും ഒക്കെ അവരെ ഒരുപാട് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരേക്കാണ് പൊളിറ്റിക്കൽ സോഷ്യൽ ലീഡേഴ്സൊക്കെ ആയിട്ടുള്ള ജ്യോതിബ ഫൂലെയും ഗാന്ധിജിയും BR അംബേദ്കറും പെരിയാർ രാമസ്വാമി നായ്ക്കറും ഒക്കെ പോരടിച്ചിരുന്നത്. Partially due to their efforts and partially due to other social economic changes, caste and caste system in modern India have undergone great changes. With economic development, large-scale urbanization, growth of literacy and education, occupational mobility, and the weakening of the position of landlords in the villages, the old notions of caste hierarchy are breaking down. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഇഫേർട്ടിൻ്റെയൊക്കെ ഫലമായിട്ട് സാമൂഹ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണമാക്കി കാസ്റ്റ് സിസ്റ്റം മോഡേൺ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടായിരുന്നു. എക്കണോമിക് ഡെവലപ്മെൻറ്റ് വഴിയും അർബനൈസേഷൻ വഴിയും ലിറ്ററസി റേറ്റും എഡ്യൂക്കേഷൻ വഴിയും ഒക്കെ ആ ഒരു കാസ്റ്റ് ഹെറാർക്കിയൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നൗ മോസ്റ്റ് ഓഫ് ദ times in urban areas it does not matter much who is walking along next to us on a street or eating at the next table at a restaurant. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ എവിടെയായാലും ശരി നമ്മുടെ കൂടെ നടക്കുന്നതായിരുന്നോ നമ്മുടെ അടുത്ത ടേബിളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതായിരുന്നോ ഒന്നും ആരും നോക്കാറില്ല. The Constitution of India prohibited any caste-based discrimination and laid the foundations of policies to reverse the injustice of the caste system. If a person who lived a century ago were to return to India, she would be greatly surprised at the change that has come about in the country. അപ്പോൾ പറയുന്നത് തന്നെ ഈ കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഒരാൾ ഒരു 100 വർഷം ഇന്ത്യയിൽ നിന്ന് പോയ ഒരാൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തുകയാണെങ്കിൽ ഈ മാറ്റങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ അതിശയപ്പെട്ടിരുന്നിരിക്കാം എന്നാണ് പറയുന്നത്. Yet caste has not disappeared from contemporary India. Some of the older aspects of caste have persisted. Even now, most people marry within their own caste or tribe. Untouchability has not ended completely. Despite constitutional prohibition, effects of centuries of advantages and disadvantage continue to be felt today. The caste groups that have had access to education under the old system have done very well in acquiring modern education as well. Those groups that did not have access to education or were prohibited from acquiring it have naturally lagged behind. That is why there is disproportionality large presence of upper caste among the urban middle class in our country. Caste continues to be closely linked with economic status. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും കണ്ടംപററി ഇന്ത്യയിൽ നിന്ന് കാസ്റ്റ് സിസ്റ്റം ഒന്നും മാറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പലയിടത്തും ഇതുപോലുള്ള ഓൾഡ് ആസ്പെക്ട്സ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആൾക്കാർ മാരി ചെയ്യുന്നത് ഓൺ കാസ്റ്റ് അല്ലെങ്കിൽ ഓൺ ട്രൈബിൽപ്പെട്ട ആൾക്കാരെയാണ്. അൺടച്ചബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊഹിബിഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിലും അൺടച്ചബിലിറ്റിയൊക്കെ പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരെ ഒരു കാലത്ത് അല്ലെങ്കിൽ സോ കോൾ ലോ കാസ്റ്റിനെ ഒരുപാട് കാലത്ത് കയറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന അടുത്ത് നിന്ന് ഇപ്പോഴും അവർ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും ഡിസ്പ്രപ്പോർഷനാലിറ്റി കാണാം. അതായത് അർബൻ മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇപ്പോഴും കൂടുതലുള്ളത് ആ ഒരു അപ്പർ കാസ്റ്റ് പീപ്പിൾ തന്നെയാണ്. Caste in politics. As in the case of communalism, casteism is rooted in the belief that caste is the sole basis of social community. According to this way of thinking, people belonging to the same caste belong to a natural social community and have the same interests which they do not share with anyone from the another caste. As we saw in the case of communalism, such a belief is not borne out by our experience. Caste is one aspect of our experience, but it is not the only relevant or the most important aspect. അപ്പോൾ കമ്മ്യൂണലിസത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാസ്റ്റിസം എന്ന് പറയുന്നത് ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. കമ്മ്യൂണലിസത്തിനെ പോലെയല്ല. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കാസ്റ്റിൽപ്പെട്ടവർ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയായി മാറുന്നത് ഇപ്പോൾ നാച്ചുറലി മാറുകയാണ്. അവർ അങ്ങ്
അവരങ്ങ് സ്വയം മാറുകയാണ്. അപ്പോൾ ആ സംഭവത്തിൽ എന്താ വരുന്നത്, ആ ഒരു ബിലീഫ് വരികയാണ്, ആ ഒരു പൊളിറ്റിക്സിലേക്ക് അവരെ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യുകയാണ്. ഒരേ കാസ്റ്റിൽപ്പെട്ടവർ ഒരേ കമ്മ്യൂണിറ്റി ആയിട്ട് മാറി ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുമ്പോൾ അവിടെ വീണ്ടും ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. Caste can take various forms in politics. When parties chose candidates in elections, they keep in mind the caste composition of the electorate and nominate candidates from different castes so as to muster necessary supports to win elections. When governments are formed, political parties usually take care that representatives of different castes and tribes find a place in it. അപ്പോൾ പാർട്ടീസ് ഇലക്ഷന് ക്യാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുമ്പോൾ ഇവർ ഈ കാസ്റ്റ് കമ്പോസിഷനും ഇലക്ട്രൽ ക്യാൻഡിഡേറ്റ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ ഒരു ഇലക്ഷൻ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെസസറി സപ്പോർട്ട്, ഡിഫറെൻറ്റ് കാസ്റ്റിനുള്ള നെസസറി സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഫോം ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ കാസ്റ്റിനെ റെപ്രസെൻറ്റേറ്റീവിനെയൊക്കെ അവർ കയറ്റാറുണ്ട്. അതായത് ട്രൈബ്സിൽപ്പെട്ടവരായാലും കാസ്റ്റിൽപ്പെട്ടവരെയൊക്കെ അവരെ പൊളിറ്റിക്കൽ പാർട്ടി യൂഷ്വലി ടേക്ക് കെയർ ചെയ്യാറുണ്ട്. Political parties and candidates in elections make appeals to caste sentiment to muster support. Some political parties are known to favor some caste and are seen as their representatives. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസും കാൻഡിഡേറ്റ്സും ഒക്കെ ഇലക്ഷൻ ഈ കാസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉയർത്തി വിടാറുണ്ട്. അങ്ങനെ ചില പൊളിറ്റിക്കൽ പാർട്ടീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആ കാസ്റ്റിൽ നിന്നൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് 1 person 1 vote compel political leaders to gear up to the task of mobilizing and securing political support. It also brought new consciousness among the people of caste that were hitherto treated as inferior and low. The focus on caste in politics can sometimes give an impression that elections are all about caste and nothing else. That is far from truth. Just consider this. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രാജ്യം ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഒരു വോട്ട് എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ വന്നപ്പോൾ ആ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ഇതിനെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഇതെല്ലാം കാസ്റ്റിന് വേണ്ടിയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. No parliamentary constituency in the country has a clear majority of one single caste. So every candidate and party needs to win the confidence of more than one caste and community to win elections. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂൻസി ഒരു പർട്ടിക്കുലർ കാസ്റ്റിൻ്റെ ഒരു ക്ലിയർ മെജോറിറ്റി ഉള്ള സ്ഥലമല്ല. അപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ഒരു കാസ്റ്റിനെ മാത്രം കോൺഫിഡൻസ് നേടിയെടുത്തുകൊണ്ട് മാത്രം അതിവിടെ വിജയിക്കാൻ ഇലക്ഷൻ വിൻ ചെയ്യാൻ പറ്റില്ല. No party wins the votes of all the voters of a caste or community. When people say that a caste is a vote bank of one party, it usually means that large proportion of the voters from that caste vote for the party. അപ്പോൾ ഒരു പാർട്ടിക്കും ഒരു കാസ്റ്റിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ വോട്ട് പൂർണ്ണമായിട്ടും കിട്ടാറില്ല. അപ്പോൾ ഒരു ജനങ്ങൾ പറയുകയാണ് ഇപ്പോൾ ആ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്കാണ്, ഇതിൻ്റെ പാർട്ടിയുടെ ഒരു വോട്ട് ബാങ്ക് ആണെന്ന് പറയുന്ന അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാസ്റ്റിൽപ്പെട്ടവരുടെ ഒരു ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് വോട്ട്സ് കിട്ടുന്നത് ആ പാർട്ടിക്കായിരിക്കും. Many political parties may put up candidates from the same caste if the caste is believed to dominate the electorate in particular constituency. Some voters have more than one candidate from their caste, while many voters have no candidate from their caste. പല പാർട്ടീസും ഒരേ കാസ്റ്റിൽപ്പെട്ട കാൻഡിഡേറ്റ്സിനെ രംഗത്തിറക്കും. അതായത് പല പൊളിറ്റിക്കൽ പാർട്ടീസും ഒരേ കാസ്റ്റിൽപ്പെട്ടവരെ രംഗത്തിറക്കുമ്പോൾ ആ ഒരു കാസ്റ്റിനവിടെ ഡോമിനേഷനുള്ള ഒരു ചിന്തക്കാരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചില വോട്ടേഴ്സിന് അവരുടെ ഒരു പർട്ടിക്കുലർ കാസ്റ്റിൽ നിന്ന് ഒരുപാട് കാൻഡിഡേറ്റ്സ് കാണും, ചില വോട്ടേഴ്സിന് അവരുടെ കാസ്റ്റിൽ നിന്നും ഒരു കാൻഡിഡേറ്റ് പോലും കാണത്തുമില്ല. The ruling party and the sitting MP or MLA frequently lose elections in our country. That could not have happened if all caste and communities were frozen in their political preferences. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ സിറ്റിംഗ് MP MLA ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് തോക്കാറുണ്ട്. അങ്ങനെ പലപ്പോഴും തോക്കുന്നില്ല, നിരന്തരം ചിലപ്പോഴൊക്കെ തോക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് ഒരു കാസ്റ്റും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയും ഒരാളിൽ മാത്രം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രിഫറൻസ് മാത്രം വെച്ച് ഫ്രീസ് ചെയ്ത് നിൽക്കുന്നവരല്ല. Clearly, while caste matters in electoral politics, so do many other factors. The voters have strong attachment to political parties, which is often stronger than their attachment to their caste or community. ഇപ്പോൾ കാസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പല വോട്ടേഴ്സിനെ എടുത്ത് നോക്കിയാൽ അവർക്ക് അവരുടെ കാസ്റ്റിനോടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോടുള്ള അറ്റാച്ച്മെൻറ്റിനേക്കാളും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള അറ്റാച്ച്മെൻറ്റ് കാണും. People within the same caste or community have different interests depending on their economic condition. Rich and poor, or men and women,
from the same caste often ought very differently. ഇപ്പോൾ ഒരു കാസ്റ്റിൽപ്പെട്ടവർ തന്നെ പല എക്കണോമിക് കണ്ടീഷനിൽപ്പെട്ടവരായാലും ശരി, അല്ലെങ്കിൽ ശരി പല പല ചിന്തകളുള്ളവരായിരിക്കും. ഇപ്പോൾ പാവപ്പെട്ടവനും അതുപോലെ തന്നെ പണക്കാരനും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒക്കെ പല കാസ്റ്റ് പല കാൻഡിഡേറ്റ്സിനായിരിക്കും ചിലപ്പോൾ വോട്ട് ചെയ്യുക. People's assessment of the performance of the government and popularity rating of the leaders matter and are often decisive in elections. അപ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ വിലയിരുത്തും ആ ഒരു ഗവൺമെൻറ് പെർഫോമൻസ്, അതുപോലെ തന്നെ ആ ഒരു കാൻഡിഡേറ്റിൻ്റെയൊക്കെ ഒരു പോപ്പുലാരിറ്റിയൊക്കെ വിലയിരുത്തിയാണ് അവർ പലപ്പോഴും ഇലക്ഷൻ വോട്ട് ചെയ്യാറ്. പൊളിറ്റിക്സ് ഇൻ കാസ്റ്റ്. We have so far looked at what caste does to politics, but it does not mean that there is only one way relation between caste and politics. Politics too influence the caste system and caste identities by bringing them into the political arena. നമ്മൾ നോക്കിയത് വെച്ച് കാസ്റ്റിന് പൊളിറ്റിക്സിൽ ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതുപോലെയല്ല, തിരിച്ചും ഇമ്പാക്റ്റ് ഉണ്ട്. പൊളിറ്റിക്സും കാസ്റ്റ് സിസ്റ്റത്തെ ബാധിക്കാറുണ്ട്. പല കാസ്റ്റിനെയും ഒരു പൊളിറ്റിക്കൽ അരീനയിലേക്ക് എത്തിക്കാൻ കാരണം ഈ പൊളിറ്റിക്സ് ആണ്. ദസ് ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്സ് ദാറ്റ് ഗെറ്റ്സ് കാസ്റ്റ് റിട്ടേൺ, ഇറ്റ് ഈസ് the caste that gets politicized. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ പൊളിറ്റിക്സ് അല്ല കാസ്റ്റ് റിട്ടേൺ ആയിട്ട് മാറുന്നത്, ഇത് കാസ്റ്റാണ് പൊളിറ്റിസൈസ്ഡ് ആയിട്ട് മാറുന്നത്. ഈച്ച് കാസ്റ്റ് ഗ്രൂപ്പ് ട്രൈസ് ടു ബിക്കം ബിഗർ ബൈ ഇൻകോർപ്പറേറ്റിംഗ് വിത്തിൻ ദ നെയ്ബറിംഗ് കാസ്റ്റ് ഓർ സബ് കാസ്റ്റ് വിച്ച് വെയർ എയർലി എക്സ്ക്ലൂഡഡ് ഫ്രം ഇറ്റ്. ഓരോ കാസ്റ്റ് ഗ്രൂപ്പും സ്വയം വലുതാക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നെയ്ബറിംഗ് കാസ്റ്റുമായിട്ടോ സബ് കാസ്റ്റുമായിട്ടൊക്കെ ചേർന്നായിരിക്കും. വേരിയസ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ആർ റിക്വയർഡ് ടു എൻ്റർ ഇൻ ടു എ coalition with other caste or communities and thus enter into a dialogue and negotiation. പല കാസ്റ്റുകളും ഇതുപോലെ തന്നെ ഒരു സിമിലർ കാസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയായിട്ടൊക്കെ ഒരു ഒത്തുചേർന്ന ഒരു ഡയലോഗ് വഴിയോ നെഗോഷിയേഷൻ വഴിയൊക്കെ ഒന്നാകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. ന്യൂ കൈൻഡ്സ് ഓഫ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ഹാവ് ബിക്കം അപ്പ് ഇൻ പൊളിറ്റിക്കൽ അരീന ലൈക്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ അരീനയിലേക്ക് പുതിയ തരം കാസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ വരുന്നുണ്ട്. ബാക്ക്വേർഡ്, ഫോർവേഡ് തുടങ്ങിയ കാസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ വരുന്നുണ്ട്. ദസ് കാസ്റ്റ് പ്ലേസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റോൾസ് ഇൻ പൊളിറ്റിക്സ്. In some situations, expression of caste differences in politics give many disadvantaged communities the space to demand their share of power. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഡിസഡ്വാൻറ്റേജഡ് ആയിട്ട് കമ്മ്യൂണിറ്റി കിടക്കുന്ന കമ്മ്യൂണിറ്റിയും ഒരു പൊളിറ്റിക്കൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇൻ ദിസ് സെൻസ് കാസ്റ്റ് പൊളിറ്റിക്സ് ഹാസ് ഹെൽപ്ഡ് പീപ്പിൾ ഫ്രം ദളിറ്റ്സ് ആൻഡ് ഒബിസി കാസ്റ്റ് ടു ഗെയിൻ ബെറ്റർ അസസ് ടു ദ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദളിറ്റ്സ്, ഒബിസി കാസ്റ്റ് പെട്ട ആൾക്കാർക്കൊക്കെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പവർ കിട്ടാൻ ഇതുവഴിയൊക്കെ സഹായിക്കുന്നുണ്ട്. Several political and non-political organizations have been demanding and agitating for an end to discrimination against particular caste, for more dignity and more access to land, resources and opportunities. പല കാസ്റ്റിൽപ്പെട്ടവരും ഈ ഒരു കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അജിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. At the same time, exclusive attention to caste can produce negative result as well. അതേപോലെ തന്നെ ഈ ഒരു കാസ്റ്റിലേക്ക് മാത്രം നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു അറ്റൻഷനും അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. As in the case of religion, politics based on a caste identity alone, it is not healthy in a democracy. റിലീജിയനെ കണക്ക് തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നമുക്ക് ഡെമോക്രസിക്ക് ഹെൽത്തി അല്ല. ഇറ്റ് ക്യാൻ ഡൈവേർട്ട് അറ്റൻഷൻ ഫ്രം other pressing issues like poverty, development and corruption. അപ്പോൾ അത് ശ്രദ്ധ തിരിക്കാം. ചിലപ്പോൾ പോവർട്ടി, ഡെവലപ്മെൻറ്റ്, കറപ്ഷൻ മുതലായ കീ ഐഡിയാസിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇൻ സം കേസസ് കാസ്റ്റ് ഡിവിഷൻ ലെഡ്സ് ടു ടെൻഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഈവൻ വയലൻസ്. അപ്പോൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പല സ്ഥലത്തും വയലൻസിന് വരെയുള്ള കാരണമായിട്ട് മാറുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.